നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗുമായി സീറ്റുകൾ വെച്ചുമാറുന്നതിൽ ഹൈക്കമാൻഡിനോട് KPCC അനുമതി തേടും. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പരസ്പരം വെച്ചുമാറാനാണ് ധാരണ. ഗുരുവായൂർ സീറ്റ് ലീഗ് വിട്ടു നൽകിയാൽ കോൺഗ്രസ് TN പ്രതാപനെ മത്സരിപ്പിക്കും. പകരം പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകും. കൊച്ചി കളമശ്ശേരി സീറ്റുകൾ വെച്ചുമാറിയാൽ കളമശ്ശേരിയിൽ മുഹമ്മദ് ഷിയാസ് സ്ഥാനാർത്ഥിയായേക്കും. കേരളത്തിൽ നിന്നുള്ള കോൺഗ്രസ് നേതാക്കൾ ഹൈക്കമാൻഡുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ധനസുമോദ ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. ധനസുമോദ, സ്ഥാനാർത്ഥി നിർണയ ചർച്ചയാണ് പ്രധാനമായും ഡൽഹിയിൽ നടക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഒപ്പം തന്നെ ഈ സീറ്റുകൾ വെച്ചുമാറുന്നതിൽ ലീഗും കോൺഗ്രസും എത്രത്തോളം പ്രതീക്ഷ അർപ്പിക്കുന്നു? ഏതൊക്കെ സീറ്റുകൾ വെച്ചുമാറുന്നതിനെ കുറിച്ചാണ് ഇപ്പോൾ ചർച്ച നടക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ആരെയൊക്കെ മത്സരിപ്പിക്കാനാണ് ഒരു ധാരണയിലെത്തുക? കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ അന്തിമഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നത് തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ 11 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പക്കാരായ പല സ്ഥാനാർത്ഥികൾ ഉണ്ടായിരുന്നെങ്കിൽ പോലും കൃത്യമായ ഒരു മണ്ഡല പരിചയം അവർക്ക് നടത്താൻ പോലും സമയം കിട്ടിയിരുന്നില്ല. ഇത് തന്നെയാണ് പാർട്ടി തോൽക്കാനുള്ള ഒരു പ്രധാന കാരണമായി ഒരു കണ്ടെത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ കാലേ കൂട്ടിയുള്ള ഒരു തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ ഒരു അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിക്ക് മുന്നിലാണ്. ഈ വസതിയിലാണ് നിർണായകമായിട്ടുള്ള ചർച്ച നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കന്മാരായിട്ടുള്ള KC വേണുഗോപാൽ, സണ്ണി ജോസഫ്, രമേശ് ചെന്നിത്തല, കൊടിക്കുന്നിൽ സുരേഷ്, വിഷ്ണുനാഥ്, PC വിഷ്ണുനാഥ് തുടങ്ങിയ നേതാക്കന്മാർ ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ പ്രധാനമായും 3 കാര്യങ്ങളാണ് ചർച്ച നടത്തുന്നത്. ഒന്ന്, സിറ്റിംഗ് സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുക. സിറ്റിംഗ് സീറ്റിൽ ഇതിനകം തന്നെ തൃപ്പൂണിത്തുറ MLA K ബാബു മത്സരിക്കാനില്ല എന്നുള്ള വിവരം അറിയിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ രാഹുൽ മാങ്കൂട്ടത്തിനെ ഒഴിവാക്കുന്നതിനാൽ പാലക്കാടും തൃപ്പൂണിത്തുറയും ഒഴികെയുള്ള സീറ്റുകളിലായിരിക്കും സ്ഥാനാർത്ഥി നിർണയം ആദ്യം നടത്തി പ്രഖ്യാപനം നടത്തുക. ഇതുകൂടാതെ ദളിത് സീറ്റുകളിൽ, പ്രത്യേകിച്ച് സംവരണ സീറ്റുകളിലുള്ള ഒരു സ്ഥാനാർത്ഥി പ്രഖ്യാപനവും ആദ്യഘട്ടത്തിൽ തന്നെ നടത്തും. ഇതുകൂടാതെയാണ് ഇപ്പോൾ ഈ സീറ്റുകൾ വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ഏകദേശ ധാരണയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത്. കാരണം സീറ്റുകൾ കോൺഗ്രസിന് മത്സരിച്ച് വിജയിക്കാമെന്ന് ഉറപ്പുള്ളതും ഇപ്പോൾ മുസ്ലിം ലീഗ് കൈവശം വെച്ചിരിക്കുന്നതുമായ സീറ്റുകളിൽ ഇതിനകം തന്നെ പരസ്പര ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒരു ചർച്ച നടത്തി ഇരു പാർട്ടികൾക്കും വിജയിക്കാവുന്ന ഒരു സാഹചര്യം ഒരുക്കുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യമിടുന്നത്. ഉദാഹരണത്തിനായി തൃശൂർ ജില്ലയിലെ ഗുരുവായൂർ സീറ്റിൽ കോൺഗ്രസിന് വിട്ടുകൊടുത്താൽ TN പ്രതാപൻ അവിടെ സ്ഥാനാർത്ഥിയാകും. അങ്ങനെയാണെങ്കിൽ പട്ടാമ്പി സീറ്റ് കോൺഗ്രസ് ഇപ്പോൾ നിലവിൽ കൈവശം വെച്ചിരിക്കുന്നത് കോൺഗ്രസിന് തുടർച്ചയായി നഷ്ടം സംഭവിക്കുന്നതുമായ സീറ്റാണ്. അത് ലീഗിന് കൊടുത്താൽ ലീഗ് സ്ഥാനാർത്ഥിക്ക് അവിടെ വിജയിക്കാൻ കഴിയും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണുള്ളത്. ഇതുകൂടാതെ എറണാകുളം ജില്ലയിലേക്ക് എത്തുകയാണെങ്കിൽ കളമശ്ശേരി സീറ്റ് ലീഗിന്റെ സീറ്റിലാണ് P രാജീവ് വിജയം നേടിയിരിക്കുന്നത്. P രാജീവിനെ അവിടെ തളക്കണമെന്നുണ്ടെങ്കിൽ മുഹമ്മദ് ഷിയാസിനെ പോലെ, DCC അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസിനെ പോലെ ഒരു കരുത്തനായ ഒരാൾ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ആ സീറ്റ് പിടിച്ചെടുക്കാൻ കഴിയും. മാത്രമല്ല കൊച്ചി സീറ്റ് ഇപ്പോൾ കോൺഗ്രസിന് നഷ്ടം സംഭവിച്ചിരിക്കുന്ന സീറ്റാണ്. ഈ കൊച്ചി സീറ്റിൽ മുസ്ലിം ലീഗിന്റെ ശക്തനായ ഒരു നേതാവിനെ ഇറക്കിയാൽ ആ സീറ്റ് പിടിച്ചെടുക്കാം എന്നുള്ള ഒരു വിശ്വാസം കൂടിയുണ്ട്. ഇതുകൂടാതെ പുനലൂർ, ചടയമംഗലം സീറ്റുകൾ കൊല്ലം ജില്ലയിലാണ്. ഇത് വെച്ചുമാറുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളുണ്ട്. ഇത്തരത്തിലുള്ള ഒരു ചർച്ചകൾ മുസ്ലിം ലീഗ് നേതൃത്വവുമായി ഒരു പ്രാഥമിക ധാരണയിൽ തന്നെ ചർച്ച നടത്തി കഴിഞ്ഞിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചകൾ കോൺഗ്രസിന്റെ സീറ്റാണ് വിട്ടുകൊടുക്കേണ്ടത് എന്നുള്ളതിനാൽ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ഒരു അന്തിമമായ ഒരു അനുമതി കൂടി വേണം. ആ തരത്തിലുള്ള ഒരു ചർച്ചകളാണ് ഇപ്പോൾ ലീഗും കോൺഗ്രസും ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ച നടത്തിയെന്ന് മനസ്സിലാക്കുന്നു. ഈ പ്രാരംഭഘട്ട ചർച്ചയ്ക്ക് ശേഷം ഇവർ ഹൈക്കമാൻഡിനെ സമീപിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ പരസ്പരം സീറ്റ് വെച്ചുമാറുന്നതിനൊപ്പം തന്നെ ആരൊക്കെ മത്സരിക്കണം എന്ന കാര്യത്തിൽ ഒരു ധാരണ ഇരു വിഭാഗങ്ങൾക്കും ഉണ്ട് എന്നാണ് അറിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൈക്കമാൻഡിന് ഒരു അനുകൂലമായ ഒരു തീരുമാനം കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരു പച്ചക്കൊടി കാണിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിലേക്ക് പോകാൻ കോൺഗ്രസിന് കഴിയുമെന്നാണോ? അതായത് ഈ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ പൂർണ്ണമായ സമ്മതത്തോടുകൂടി തന്നെ ഉള്ള ഒരു സ്ഥാനാർത്ഥി പരസ്പരം ഒരു സീറ്റ് കൈമാറ്റം എന്നുള്ള ഒരു ധാരണ തന്നെയാണ് എത്തിയിരിക്കുന്നത്. സാദിഖ് അലി തങ്ങളുമായി മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനും പ്രതിപക്ഷ നേതാവ് VD സതീശനുമായി ഒരു ആദ്യഘട്ട ചർച്ച ഇതിനകം തന്നെ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇതിന്റെ കൂടി വെളിച്ചത്തിലാണ് ഈ പ്രധാനപ്പെട്ട സീറ്റുകളിൽ പരമാവധി കാര്യം ടീം UDF ആയി നിലനിന്നുകൊണ്ട് തന്നെ പരമാവധി സീറ്റുകൾ വിജയിച്ചെടുക്കുക എന്നുള്ള ഒരു ലക്ഷ്യം തന്നെയാണുള്ളത്. ഇതിനകം തന്നെ തിരുവമ്പാടി സീറ്റ് അടക്കമുള്ള സീറ്റുകളിലാണ് ഇത്തരത്തിലുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ തരത്തിൽ
ഒരു സീറ്റ് ധാരണയിലെത്തി മുന്നോട്ട് പോയാൽ ലീഗ് ഇപ്പോൾ കൈവശം വെച്ചിരിക്കുന്ന സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ ഏറ്റെടുത്താൽ അവിടെ വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകൾ കൈമാറാനും അതേസമയം കോൺഗ്രസ് വിട്ടുകൊടുക്കുന്ന സീറ്റുകൾ ലീഗിന് പൂർണ്ണമായി ലീഗിന്റെ ഒരു സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കാം എന്നുള്ള ഒരു കൃത്യമായ ഒരു ഉറപ്പ് കൂടി ഉണ്ടാവണം. ആ തരത്തിലുള്ള ഒരു സീറ്റ് ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ മുന്നോട്ട് പോകാം. ഇതിൽ വിജയത്തിൽ കുറഞ്ഞ 1 ലക്ഷവും കോൺഗ്രസിന് മുന്നിലില്ല. അതുകൊണ്ട് തന്നെയാണ് ഈ സീറ്റ് ധാരണ ചർച്ചയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ വളരെ മുമ്പേ തന്നെ ഈ ജനുവരി മാസത്തിൽ തന്നെ അതിന്റെ ഒടുവിൽ ഇപ്പോൾ സീറ്റ് ധാരണയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുന്നത്. കോൺഗ്രസ് ഹൈക്കമാൻഡ് ആകട്ടെ ഇത്തവണ കോൺഗ്രസ് പാർട്ടിക്ക് സംസ്ഥാന ഘടകത്തിന് പൂർണ്ണമായ ഒരു സ്വാതന്ത്ര്യം കൊടുത്തുകൊണ്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഹൈക്കമാൻഡ് നേരത്തെ ചരടിൽ കെട്ടി സ്ഥാനാർത്ഥികളെ ഇറക്കുന്ന ഒരു കാഴ്ചയുണ്ടായിരുന്നു. ആ തരത്തിലുള്ള ഒരു പാരച്യൂട്ട് ലാൻഡിംഗ് ഇനി വേണ്ട എന്നുള്ള തീരുമാനം തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല സുനിൽ കനകുലുവിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഓരോ മണ്ഡലത്തിലും ജയസാധ്യതയുള്ള ഒരു 3 പേരെ വീതം ഇതിനകം തന്നെ ഒരു പട്ടികയാക്കിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചർച്ച കൂടിയാണ് നടത്തുന്നത്. മാത്രമല്ല ഇവിടെ ചെറുപ്പക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്നും മത്സരിച്ച ചില ചെറുപ്പക്കാരുണ്ട്. അവർക്ക് ഒരു 5000 വോട്ടിൽ ഭൂരിപക്ഷത്തിൽ അധികം നേടിയ ചെറുപ്പക്കാരെയും ഇത്തവണ പരിഗണിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് കഴിഞ്ഞ തവണ കൊല്ലം ജില്ല പോലുള്ള ജില്ലകളിൽ UDFന് ഈ ചെറുപ്പക്കാരായ സ്ഥാനാർത്ഥികളെ നിർത്താൻ പോലും അവസരം കിട്ടിയിരുന്നില്ല. പക്ഷേ പല സ്ഥാനാർത്ഥികളും ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ പല സ്ഥാനാർത്ഥികളും വലിയ തരത്തിലുള്ള ഒരു വിജയമാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ, അതും ചെറുപ്പക്കാരായിട്ടുള്ളവർ, യൂത്ത് കോൺഗ്രസിന്റെയും KSUവിന്റെയും ഭാരവാഹിത്വത്തിലുള്ളവർ, മഹിളാ കോൺഗ്രസിന്റെ ഭാരവാഹിത്വത്തിലുള്ളവർ, മഹിളകർ അങ്ങനെ ജയിച്ച് കയറിയിരിക്കുന്നത്. ഇവരെ ഈ തെരഞ്ഞെടുപ്പിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരീക്ഷിക്കാൻ തന്നെയാണ് കോൺഗ്രസ് തീരുമാനമെടുത്തിരിക്കുന്നത്. ഏതായാലും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിൽ ബഹുദൂരം മുന്നിലാണ് കോൺഗ്രസ് എന്നാണ് മനസ്സിലാക്കുന്നത്. സീറ്റുകൾ ലീഗും കോൺഗ്രസും തമ്മിൽ സീറ്റുകൾ വെച്ചു മാറുന്നതിൽ നിർണായകമായ ചർച്ച നടക്കുന്നു. ഹൈക്കമാൻഡിന്റെ അനുമതി ഈ വിഷയത്തിൽ KPCC തേടുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ പരസ്പരം വെച്ചു മാറാനാണ് ഇരുവരുടെയും ധാരണ. പ്രധാനമായും ഗുരുവായൂർ സീറ്റ് ലീഗ് വിട്ടു നൽകിയാൽ കോൺഗ്രസ് TN പ്രതാപനെ മത്സരിപ്പിക്കാനൊക്കെയാണ് തീരുമാനം. പകരം പട്ടാമ്പി സീറ്റ് ലീഗിന് നൽകാനും ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഏതായാലും അത്തരത്തിലുള്ള ചർച്ചകളാണ് ഡൽഹിയിൽ നടക്കുന്നത്. D ധനസുമോദാണ് വിശദാംശങ്ങൾ നൽകിയത്.